ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വാടിയതൊന്നും എടുക്കാൻ പാടില്ല. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുക്കണം. അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പുളിയുള്ള മാങ്ങയാണ് എപ്പോഴും നല്ലത്. ഇനി മാങ്ങ നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തുടച്ച് മാറ്റണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ടും തുടച്ച് മാറ്റിയെടുക്കുന്നത്. ബാക്കിയുള്ള മാങ്ങയുടെയും വെള്ളം ഇതുപോലെ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മാങ്ങ മുഴുവനായിട്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ മാങ്ങ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കും. മാങ്ങ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായി ചൂടായതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതുപോലെ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഈ കടുകെല്ലാം നല്ല പോലെ പൊട്ടിയിട്ട് ഈ ഉലുവയുടെ കളറെല്ലാം ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ വലിയ ചൂടങ്ങ് മാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതുപോലെ ജാറിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ജാറിനും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായതിലേക്ക് 250 കപ്പിന് 3/4 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നല്ല പോലെ പൊട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 250 കപ്പിന് 3/4 കപ്പ് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവ് കൂടിയതാണെങ്കിൽ ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പച്ച ടേസ്റ്റെല്ലാം നല്ല പോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ മാങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം നല്ല പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ മാങ്ങ കട്ട് ചെയ്തത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കണം.
ഇനി ഇത് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറിന് പ്രത്യേക ഒരു രുചി കൂടുതലായിരിക്കും. ഇനി ഇത് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ മാങ്ങാച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ അച്ചാർ എടുക്കുമ്പോഴേ ആ സ്പൂണിന് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് അച്ചാർ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.